ഇന്ത്യയുടെ സമാധാന നോബൽ ജേതാവ് കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥയാണ് ദിയാസലാം. ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസം വ്യാപാര മേളയായ ബെർലിൻ ITBയിൽ ടൂറിസം മേഖലയിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ദ ഗോൾഡൻ സിറ്റി ഗേറ്റ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളം. 2025 മാർച്ചിൽ ISRO സയന്റിഫിക് സെക്രട്ടറിയായി നിയമിതനായ മലയാളി M. ഗണേഷ് പിള്ളയാണ്. ഉറുഗ്വായുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് യമുണ്ടോ ഓർസിയാണ്. 2025 മാർച്ചിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കി ഉത്തരവിറക്കിയ രാജ്യം അമേരിക്കയാണ്. 2025 മാർച്ചിൽ ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്താണ്. 2025 യൂറോപ്യൻ പ്രതിരോധ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ബ്രിട്ടനാണ്. ദൈവത്തിൻ്റെ ആത്മകഥ എന്ന പുസ്തകം എഴുതിയത് ലെന. 2025 മാർച്ചിൽ നാസ വിജയകരമായി ചന്ദ്രനിലിറക്കിയ പേടകമാണ് ബ്ലൂ ഗോസ്റ്റ്. പോലീസ് സ്റ്റേഷനും മറ്റ് പോലീസ് ഓഫീസുകളും നേരിട്ട് സന്ദർശിക്കാതെ തന്നെ പൊതുജനങ്ങൾക്ക് വിവിധ സേവനങ്ങൾ ഓൺലൈനായി നൽകുന്ന കേരള പോലീസിൻ്റെ പോർട്ടലാണ് തുണ. ട്രാൻസ്ജെൻഡർ പ്രതിഭകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രതിഭ. നീതി ആയോഗിൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്ന സംസ്ഥാനം കേരളമാണ്. 2024 BCC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് മനു ബക്കറാണ്. ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ്. ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് V. അനന്ത നാഗേശ്വറാണ്.